ആരും 1000 രൂപ ഇട്ടിരിക്കുന്നു, വീണ്ടും നിശ്ചയൊക്കെ ഇട്ടിരിക്കുന്നു. എനിക്ക് പറയാൻ ആഗ്രഹിക്കാത്ത കുറേ മെസ്സേജ്, അതായത് കുറേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. എനിക്ക് അതിന് റിപ്ലൈ തരാൻ എനിക്ക് താല്പര്യമില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയണ്ടേ, ഈ ചെളി വാരി അറിയുന്നുണ്ട്. എനിക്ക് അതിനോട് പറയൊന്നുമില്ല. പറഞ്ഞ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല, എല്ലാം തികഞ്ഞവരല്ല, അത്രേ ഉള്ളൂ. ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ വിന്നറായ ഒരു സന്തോഷത്തിലാണ് അനുമോൾ ഇപ്പോഴും. ഇന്നലെ ഷോയിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഉദ്ഘാടനങ്ങളും മറ്റു പരിപാടികളായിട്ട് വളരെയധികം ബിസിയാണ് നമ്മുടെ അനുമോൾ എന്ന് പറയുന്നത്. അനുമോളുടെ വിജയം PR കൊണ്ടാണെന്നുള്ള ആരോപണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ വലിയൊരു ജനപിന്തുണ അനുമോൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെ കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം അനുമോൾ ലൈവില് ആരാധകരോട് സംസാരിച്ചിരുന്നു. ആരാധകർക്ക് തന്നോടുള്ള സ്നേഹത്തിലെ ആ ഒരു സന്തോഷം അനുമോളും പങ്കുവച്ചു. എല്ലാ മനുഷ്യർക്കും എന്താ പറയണ്ടേ, ഇമോഷൻ ഉണ്ട്, അതുകൊണ്ട് കരയും. പിന്നെ ദേഷ്യം വന്നാൽ ദേഷ്യപ്പെടും, സങ്കടം വന്നാൽ കരയും, അല്ലേ? അതൊക്കെ ഇത്രയൊന്നും കാണിക്കില്ല. ആരും 1000 രൂപ ഇട്ടിരിക്കുന്നു, വീണ്ടും നിശ്ചയൊക്കെ ഇട്ടിരിക്കുന്നു. എന്റെ പൊന്നെ, ഇതാരെ വരുന്നത് നോക്കിയ ദേവന. എന്റെ പൊന്നെ, ഞാൻ ഈ അങ്ങനെ ദൈവ എന്താ അത് ഞാൻ ആണോ? ഓക്കെ, എനിക്ക് ഒരു മിനിറ്റ്, ദയവ് ചെയ്ത് എൻ്റെ അക്കൗണ്ടിൽ ഇങ്ങനെ കാശൊന്നും ഇടരുത് കേട്ടോ. ഞാൻ അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഓഫ്ലൈൻ നമുക്ക് ഒരിക്കലും ആരും ഇടരുത്. മൂവി ഉടനെ കാണുമോ? ഏത് മൂവി? ഓക്കെ ഓക്കെ. ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അത് എല്ലാവരും ഹായ് ഹായ് എന്നാണ് അയക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പറയാൻ ആഗ്രഹിക്കാത്ത കുറേ മെസ്സേജ്, അതായത് കുറേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. എനിക്ക് അതിന് റിപ്ലൈ തരാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ ഹായ് തരുമെന്ന് ചോദിക്കുന്നുണ്ട് സുന്ദരിന്ന്. പിന്നെ അനുമോൾ ഇഷ്ടം, ഹായ് അനുമോൾ ഒരു ഹായ് തരുമോ? അനുവിനെ കാണുന്നില്ല. അനീഷ്, പേര് വായിച്ചു പറയട്ടെ, അതാണ് നല്ലത്. ഫാത്തിമിയ സ്പീക്ക് അബൌട്ട് ഹായ് ഹായ്. പിന്നെന്താ, ഷാനവാസ് ചേച്ചി, ഷാനവാസ് അനീഷ് ചേട്ടൻ കോമ്പോ. അപ്പം അത് കഴിഞ്ഞിട്ടും ഒത്തിരി പേര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയണ്ടേ, ഈ ചെളി വാരി അറിയുന്നുണ്ട്. എനിക്കതിനോട് പറയൊന്നുമില്ല, പറയുന്നവർ പറഞ്ഞോട്ടെ. പിന്നെ ഈ പറയുന്ന പോലെ എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേർക്ക് ഞാൻ പറയുന്നതാണ്, കുറച്ച് പേര് പറയാണ്. എൻ്റെ പേരും പറഞ്ഞ് ദയവ് ചെയ്ത് ആരോടും വഴക്കുണ്ടാക്കാനോ അവിടെ പോയി എന്നെ കുറ്റം പറയും, എന്നെ മോശമായിട്ട് പറയുന്നിടത്തൊക്കെ പോയിട്ട് ബാഡ് കമൻറ്റ് ഇടാനൊന്നും പോകും. പറയുന്നവർ പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിരിക്കുക. പിന്നെ ഇങ്ങനെ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ ഞാനതൊന്നും മൈൻഡും ചെയ്യുന്നില്ല. ഞാൻ ഇപ്പോൾ ഹാപ്പിയാണ്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്, ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം എനിക്ക് മെസ്സേജ് അയച്ചും വിളിച്ചും പറഞ്ഞതാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് വിചാരിക്കേണ്ട, ഹാപ്പി ആയിട്ട് ഇരിക്കുക, ഇഗ്നോർ ചെയ്ത് വിടുക, പിന്നെ മൈൻഡ് ആക്കരുത്, പിന്നെ വിഷമിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിഷമമൊന്നുമില്ല കേട്ടോ, ഞാൻ കമൻറ്റൊന്നും വായിക്കാനും പോകുന്നില്ല. പിന്നെ എല്ലാവർക്കും പറയാം, ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് പോസിറ്റീവ് പറഞ്ഞ ആൾക്കാർക്ക് വേണമെങ്കിൽ നാളെ നെഗറ്റീവ് പറയാം. എല്ലാവരും ഈ നെഗറ്റീവ് പറഞ്ഞവർ തന്നെയാണ്, ഇപ്പം നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് അനുമോൾ എന്ന വ്യക്തിയെ ഇവിടം വരെ എത്തിച്ചത്. എല്ലായിടത്തും സ്നേഹം മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ പേരിൽ എനിക്ക് കപ്പ് കിട്ടാൻ പാടില്ലായിരുന്നു, അതിന് ഡിസേർവ് അല്ല എന്നൊക്കെ പറയുന്ന ഒത്തിരി പേരുണ്ട്. അല്ലെങ്കിലും ആണെങ്കിലും എന്താ ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് സന്തോഷം മാത്രമാണ്. നിങ്ങളെല്ലാവരും കൂടെയാണ് സപ്പോർട്ട് ചെയ്തത്, എനിക്ക് വോട്ട് ചെയ്ത് എന്നെ ഇവിടം വരെ എത്തിച്ചത്. അപ്പം അത് അവർക്ക് ആ പറയുന്ന പോലെ എന്താ പറയണ്ടേ, 100 ദിവസം വരെ ഇരുന്ന് കണ്ടിട്ടുള്ളവർക്ക് ഞാനിത് ഡിസർവിങ് ആണെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. അല്ലാതെ പറഞ്ഞ് ചെയ്യിപ്പിക്കാനോ ഒന്നും ആരും ശ്രമിച്ചിട്ടില്ല. വോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒത്തിരി പേര്. എന്നെ സ്നേഹിക്കുന്ന വ്യക്തികൾ പറഞ്ഞു അനുമോൾക്ക് വോട്ട് ചെയ്യണമെന്ന്. ചുമ്മാ നമ്മൾ ഈ ലോകത്തുള്ളവരും ആരും പൊട്ടന്മാരൊന്നും അല്ലല്ലോ. അവർക്ക് ഇഷ്ടമുള്ളവരെ അവർ വോട്ട് ചെയ്യുന്നു, എത്തിച്ചു. എനിക്ക് തോന്നുന്നു ഈ ഒരു 16 ലക്ഷം പേര് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ? 16 ലക്ഷം പേര് ഉണ്ടെങ്കിലും ആ വോട്ട് ചെയ്തവർ വെറുതെ വോട്ട് ചെയ്തവരല്ല, അവർ എന്നെ ഇഷ്ടപ്പെട്ട് വോട്ട് ചെയ്തവരാണ്. അപ്പം എനിക്കതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരടുത്തേക്ക് ഒന്നും പറയാനില്ല. എന്താ, എനിക്ക് നിങ്ങളുടെ സ്നേഹം മാത്രമാണ്, അത്രേ എനിക്ക് പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. പിന്നെ ഈ പറയുന്ന പോലെ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് എന്നെ കുറ്റം പറയുന്നത്, എന്നെ മോശപ്പെടുത്തി പറയുന്നിടത്തൊക്കെ പോയി ചീത്ത പറയാനോ ബാഡ് കമൻറ്റിലാണെന്നും നിൽക്കണ്ട. പറയുന്നവർ പറഞ്ഞോട്ടെ. എല്ലാ മനുഷ്യരും എന്താ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല, എല്ലാം തികഞ്ഞവരല്ല, അത്രേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് അതിൽ കൂടുതലൊന്നും പറയാനില്ല. പറഞ്ഞോട്ടെ. ഞാൻ ഹാപ്പിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പ്രോഗ്രാമും ഇനാഗുറേഷനും മീറ്റപ്പൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ പോവുകയാണ്. ഭയങ്കര ഹാപ്പി ആയിട്ട്. മുമ്പ് ഞാൻ എത്രത്തോളം ഹാപ്പിയാണ്, അതിനെക്കാളും ഇരട്ടിക്ക് ഹാപ്പി ആയിട്ടാണ് ഞാൻ ഇപ്പം ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അനുമോൾ വേഴ്സസ് ചൈത്യ വേഴ്സസ് ബിൻസി, ഇതാണ് നമ്മുടെ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം പൊട്ടിപ്പുറപ്പെട്ട യഥാർത്ഥ പോരാട്ടം എന്ന് പറയുന്നത്. ഫുൾ ബ്രേക്ക് ഡൗൺ ന്യൂസ് തന്നെയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 കഴിഞ്ഞെങ്കിലും ഡ്രാമ ഇതുവരെയ്ക്ക് കഴിഞ്ഞിട്ടില്ല. വീട്ടിനുള്ളിൽ കണ്ട ആ ഒരു പോരുകൾ എന്ന് പറയുന്നത് വെറും ഒരു ട്രെയിലർ മാത്രമായിരുന്നു. വീടിന് പുറത്താണ് യഥാർത്ഥ ഗെയിം തുടങ്ങിയത് എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ അനുമോളും ശൈത്യയും ബിൻസി 3 പേരും തമ്മിലായിട്ട് വലിയൊരു സോഷ്യൽ മീഡിയ യുദ്ധത്തിലാണ് ഇപ്പോൾ. ഷോയുടെ ഫിനാലെ കഴിഞ്ഞതിന് പിന്നാലെ തന്നെ ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇൻസ്റ്റാഗ്രാം ലൈവുകൾ, യൂട്യൂബ് റീലുകൾ, ഇന്റർവ്യൂസുകൾ എല്ലാം പൊട്ടിത്തെറിച്ചു. ആരെ പിന്തുണയ്ക്കുന്നു,
ആരും ആരെ കുറ്റപ്പെടുത്തുന്നു, ആരാണ് PR ഗെയിം കളിക്കുന്നത്, ഓരോ ദിവസവും ഒരു പുതിയ വെളിപ്പെടുത്തൽ തന്നെയാണ് പുറത്തു വരുന്നത്. ഇതിലെ ശൈത്യയുടെ ഒരു ആരോപണം എന്ന് പറയുന്നത്, ശൈത്യ വളരെ, അതായത് നേർക്ക് തന്നെയായിരുന്നു ശൈത്യയുടെ ആരോപണം എന്ന് പറയുന്നത്. അനുമോൾ ബിഗ് ബോസിൽ ഇമോഷണൽ മാനിപ്പുലേഷൻ ചെയ്തു എന്നും അനീഷും ആദില അവരുടെ പേരുകൾ എടുത്തുകൊണ്ട് അവൾ പറഞ്ഞത് അനുമോൾ ഒരു സ്ട്രാറ്റജിയായി ബന്ധങ്ങൾ ഉപയോഗിച്ചു എന്നതാണ്. അതിൽ നിന്ന് വലിയൊരു ആക്രോശം ഉണ്ടായത് ശൈത്യയുടെ മറ്റൊരു ആരോപണം കേട്ടാണ്. അനുമോളിന് പുറത്ത് ഒരു PR ടീം തന്നെ ഉണ്ട്, എന്റെ ഇമേജ് ബാക്ക് സ്റ്റെബറായി മാറ്റിയതും അനുമോൾ ആണെന്നാണ് ശൈത്യയുടെ ആരോപണം. ശൈത്യ നേരിട്ട് ലൈവിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. എന്നാൽ ശൈത്യയുടെ ആരോപണത്തിനെതിരെ രണ്ട് ചേരിക്കാരായിട്ടാണ് തിരിഞ്ഞത്. അതായത് ഒരു കൂട്ടർ പറഞ്ഞത് ശൈത്യ പറഞ്ഞത് വളരെ ശരിയാണെന്നും മറ്റൊരു കൂട്ടം പറഞ്ഞത് ഇത് ജലസി ആണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ശൈത്യയെ കട്ടപ്പ എന്ന പേരിലാണ് ഇപ്പോൾ ഫുള്ളും സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്നത്. കട്ടപ്പ എന്ന പേര് വരാൻ കാര്യം എന്താണ്? ശൈത്യയുടെ ആ ഒരു പുറകിൽ നിന്നുള്ള കുത്തും അതുപോലെ ജലസും അതൊക്കെ തന്നെയാണ് സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത്. എന്നാൽ ബിഗ് ബോസ് സീസൺ 7 ഒരു ടൈറ്റിൽ വിന്നർ ആകാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ബിഗ് ബോസ് സീസൺ 7 തന്നെ കട്ടപ്പ ശൈത്യ എന്നുള്ള പേര് നേടാൻ ശൈത്യക്ക് കഴിഞ്ഞു. ഇനി അനുമോൾക്കെതിരെ അടുത്തൊരു ആരോപണം ഉന്നയിച്ച വ്യക്തിയാണ് നമ്മുടെ RJ ബിൻസി. ശൈത്യയേക്കാൾ ഹാർഡായിട്ട് പ്രതികരിച്ചതും RJ ബിൻസിയാണ്. ബിൻസിയുടെ ലൈവിൽ വന്ന 3 തർക്കങ്ങൾ എന്ന് പറയുന്നത് അനുമോൾ പണമിട്ട് സർവൈവ് ചെയ്തു, രണ്ടാമത്തതെന്ന് വെച്ചാൽ ഫിൽത്തി കമന്റ്സ് ഇഷ്യൂ, മൂന്നാമത്തത് അപ്പാനി ശരത്തിനുമായി ബന്ധപ്പെട്ട ആ ഒരു വിഷയം. അനുമോൾ പണമിട്ട് സർവൈവ് ചെയ്ത് ഒരു ഇന്റർവ്യൂവിൽ അവൾ പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് ഷോയിൽ അവളെ സേഫ് ആക്കിയത് PR പ്ലസ് പണം എന്നാണ്. അത് PR ടീമിന് പണം വാരി എറിഞ്ഞാണ് അവൾ സേഫ് ആയത് എന്നാണ് തുറന്നടിച്ച് ബിൻസി പറഞ്ഞത്. രണ്ടാമത്തെ ആരോപണം എന്ന് പറയുന്നത് അനുമോൾ അവളോട് പറഞ്ഞത് ഇവിടെ കുലസ്ത്രീ കളിക്കരുത് എന്നുള്ളത്. ഇത് സ്ത്രീ മാന്യതയുടെ ഡയറക്റ്റ് അറ്റാക്ക് ആണ് എന്നാണ് ബിൻസി പറഞ്ഞത്. മൂന്നാമത്തെ സംഭവമാണ് അപ്പാനി ശരത്ത് വിഷയം എന്ന് പറയുന്നത്. ആദില വെളിപ്പെടുത്തിയതാണ് അനുമോൾ ബിൻസിയെ കുറിച്ച് ഇൻഡീസന്റ് റിമാർക്ക് പറഞ്ഞു എന്നതാണ്. ഇതോടെ സോഷ്യൽ മീഡിയ ഇപ്പോൾ വളരെയധികം പൊട്ടിത്തെറികളാണ് ഉണ്ടായിരിക്കുന്നത്. അനുമോൾ നേരിട്ട് വലിയ പ്രതികരണങ്ങളൊന്നും കൊടുക്കുന്നില്ല. പക്ഷെ അവളുടെ ഫാൻസും PR പേജസും അതുപോലെ തീവ്രമായിട്ട് ഇതിനെ ആർഗ്യൂ ചെയ്യുന്നുണ്ട്. ജലസ് കണ്ടസ്റ്റന്റ് എന്നും അനുമോൾ പ്ലേഡ് ക്ലീൻ എന്നും അവൾ ഡിസർവിംഗ് വിന്നർ ആണ് എന്നൊക്കെയുള്ള പ്രതികരണങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അനുമോളുടെ പോസ്റ്റുകളും കമന്റ്സും കാണുമ്പോൾ തന്നെ മനസ്സിലാകും അനുമോൾ ഒരു കാമായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഈ പുറത്തുള്ള എത്ര വലിയ പൊട്ടിത്തെറികൾ ഉണ്ടായാലും അതൊന്നും അനുമോളെ ബാധിക്കുന്നില്ല എന്ന തരത്തിൽ തന്നെയാണ് അനുമോളുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത്. ശരിക്കും ബിഗ് ബോസ് സീസൺ 7 ഒരു ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഇമോഷണൽ സീസൺ എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ എവിക്ഷൻ കഴിഞ്ഞതിനും ഒരുവിധം ആളുകൾക്കിടയിൽ സപ്രസ്ഡ് ഇമോഷൻ റിലീസ് ആയതാണ്. ഈ ഒരു ഷോയെ ഒരു വഴക്കിലേക്ക് അല്ലെങ്കിൽ വലിയ പ്രതിഷേധങ്ങളിലേക്ക് ആക്കിയതും ഇതൊക്കെ തന്നെയാണ് കാരണങ്ങൾ. അതായത് PR വേഴ്സസ് ആന്റി PRും, ഫ്രണ്ട്ഷിപ്പ് വേഴ്സസ് ഗെയിം സ്ട്രാറ്റജി, അതുപോലെ റിയൽ ലൈഫ് വേഴ്സസ് റിയൽ ലൈഫ്, ഇതൊക്കെ കൂടിയാണ് ഈ ഒരു പോരാട്ടത്തിന് ഒരു പുതിയ അധ്യായം കുറിച്ചത്. എന്തായാലും സീസൺ കഴിഞ്ഞു, ടൈറ്റിൽ വിന്നർ ആരാണെന്ന് പറഞ്ഞു, അതുപോലെ ഓഡിയൻസും അതിൽ തൃപ്തരാണ്. പക്ഷെ ബിഗ് ബോസിന്റെ യഥാർത്ഥ കളി എന്ന് പറയുന്നത് ഇപ്പോൾ മാത്രമാണ് തുടങ്ങിയത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതും നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ശൈത്യയും ബിൻസിയും പറയുന്നത് ശരിയാണോ, അതോ അനുമോൾ ഒരു ഡിസർവിംഗ് വിന്നർ ആണോ? എന്ത് അഭിപ്രായമാണെങ്കിലും നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഇത്തരം വിഷയത്തിലെ കൂടുതൽ അപ്ഡേറ്റുമായിട്ട് ഞാൻ ഉടനെ വരും. ടിൽ ദെൻ ബൈ.